ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 51 ശ്ലോകമാണ് ഇന്നിവിടെ നമ്മൾ സ്മരിക്കുന്നത്. ശ്ലോകം ചൊല്ലാം. ദുഷ്ടദൂരാ ദുരാചാരശമനീ ദോഷവർജിതാ സർവജ്ഞാ സാന്ദ്രകരുണ സമാനാധികവർജിത. ആദ്യത്തെ നാമം ദുഷ്ടദൂര. ദുഷ്ടന്മാർക്ക് ദൂരെയായവൾ ദേവി. ദുഷ്ടന്മാരാൽ പ്രാപിക്കാനാവാത്തവൾ ദേവി. ദുഷ്ടന്മാർക്ക് അമ്മയെ സമീപിക്കാനാവില്ല. അമ്മ അവരിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആരാണ് ദുഷ്ടന്മാർ എന്ന് ചിന്തിച്ചാൽ, ദുഷിച്ച മനസ്സും പെരുമാറ്റവും ഉള്ളവരാണ് ദുഷ്ടന്മാർ. ധർമ്മചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ദുഷ്ടന്മാർ. അങ്ങനെയുള്ള ദുർവൃത്തരെ, ദുഷ്ടന്മാരെ അകറ്റി നിർത്തുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ ഭക്തരക്ഷയ്ക്കായി ദുഷ്ടരെ അകറ്റുന്നവൾ എന്നും നാമത്തിന് അർത്ഥം മനസ്സിലാക്കാം. മനസ്സും വാക്കും പെരുമാറ്റവും അധാർമികമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ധർമ്മത്തിൻ്റെ മൂർത്തിയായ ദേവി ഉണ്ടാവില്ല തന്നെ. ഒരുപാട് അകലെ ആയിരിക്കും ദേവി. എന്നാൽ സത്യസന്ധമായി ധാർമ്മികമായി അല്ലെങ്കിൽ ധർമാനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുന്ന സാത്വികർക്ക് ദേവി വളരെ അടുത്ത് തന്നെ ഉണ്ടാകും. അവരെ ദേവി അടുത്ത് നിർത്തും, അല്ലെങ്കിൽ ദേവി അവരോട് അടുത്തു നിൽക്കും എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് കാലങ്ങളിൽ, ഇന്നത്തെ തലമുറയ്ക്ക് അത് അങ്ങനെ ഓർമ്മയോ ഉണ്ടാവില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ പോലും ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ പറയാം. പണ്ട് കാലങ്ങളിൽ മഞ്ഞുകാലത്ത് അതിരാവിലെ വീടുകളിൽ കരിയിലേക്ക് അടിച്ചുകൂട്ടി കത്തിച്ച് ചൂട് കായാറുണ്ട്. തീ കായാനായിട്ട് ആ ഒരു സംവിധാനമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ അന്നില്ല. അപ്പോൾ തലേ ദിവസം അടിച്ച് കൂനയാക്കിയിട്ടിരിക്കുന്ന ചവറുകൾ, കരിയിലകൾ കത്തിച്ച് ചൂട് കൊള്ളുകയാണ് ചെയ്യുന്നത്, തണുപ്പിൽ നിന്ന് രക്ഷയ്ക്കായിട്ട്. അപ്പോൾ ആരാണോ ആ അഗ്നികുണ്ഡത്തിന് അടുത്തിരിക്കുന്നവർ, അവർക്ക് നല്ല ചൂട് ലഭിക്കും. എന്നാൽ ദൂരെ നിൽക്കുന്നവർക്ക് ഈ അഗ്നിയിൽ നിന്നും ഒട്ടും ചൂടേൽക്കാൻ സാധിക്കും. അപ്പോൾ ദേവിയാകുന്ന മഹാചൈതന്യത്തിന് അഗ്നി ജ്വാലയാണ്. ആ തേജോഗോളത്തിന് അടുത്ത് നിൽക്കുന്നതാരോ അവർക്ക് ദേവിയുടെ അനുഗ്രഹം, സാമീപ്യം, അതിനനുസരിച്ചിട്ട് അതേ ഗുണങ്ങളൊക്കെ ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. സംരക്ഷണം കിട്ടുന്നു. എന്നാൽ ആരാണോ അമ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നത്, അവർക്ക് അമ്മ അപ്രാപ്യയാണ്. അവർക്ക് അമ്മയെ സമീപിക്കാനോ പ്രാപിക്കാനോ സാധിക്കില്ല. അമ്മയെ കിട്ടില്ല അവർക്ക്. അതാണ് അമ്മ ദുഷ്ടദൂര. ദുഷ്ടന്മാർക്ക് അമ്മ ഒരുപാട് അകലെയാണ്. ഒപ്പം തന്നെ ഭക്തർക്ക് അമ്മ സംരക്ഷണം നൽകിക്കൊണ്ട് അടുത്ത് തന്നെ, ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കാരുണ്യമൂർത്തിയായ അമ്മയ്ക്ക് നമസ്കാരം. ഓം ദുഷ്ടദൂരായൈ നമഃ.
അടുത്ത നാമം ദുരാചാരശമനി. ദുരാചാരങ്ങളെ നശിപ്പിക്കുന്നവൾ, ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവൾ, അകറ്റുന്നവൾ. കാലഗതി കൊണ്ട് ധർമ്മച്യുതി സംഭവിക്കുകയാണ്. അപ്പോൾ ദുരാചാരങ്ങൾ പലതും ധർമാചാരത്തിൻ്റെ സ്ഥാനത്ത് കയറി സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. പലരും ധാർമ്മികതയിൽ നിന്ന് അകന്നു. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്താണോ പറയുന്നത് വിധിപ്രകാരം അത് അനുഷ്ഠിക്കുന്നില്ല. വിധിപൂർവം ചെയ്യുന്ന കർമ്മങ്ങളാണ് സാത്വികം ആയി വരുന്നത്. പിന്നെ നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു വ്യക്തി തീർച്ചയായിട്ടും നിത്യ അനുഷ്ഠാനം നടത്തേണ്ടതുണ്ട്. നാമജപാദികൾ മാത്രമല്ല, ഗുരു പൂജ അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം നടത്തണം, ദേവയജ്ഞം നടത്തുക, പിതൃയജ്ഞം നടത്തുക, ഭൂതയജ്ഞം, നൃയജ്ഞം ഇങ്ങനെയൊക്കെ നടത്തുക. എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, പൂജ, ബഹുമാനം, ശുശ്രൂഷ, ഇവ കാര്യങ്ങളൊക്കെ ചെയ്തേ തീരൂ. പ്രകൃതിയെ സ്നേഹിക്കണം, മുതിർന്നവരെ സ്നേഹിക്കണം, ഗുരുക്കന്മാരെ ആദരിക്കണം, ദൈവപൂജകൾ ചെയ്തിരിക്കണം, സഹജീവികളെ തീർച്ചയായിട്ടും സംരക്ഷിക്കണം, സ്നേഹത്തോടെ പെരുമാറണം. ഇതൊക്കെ നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ നിത്യകർമ്മങ്ങളിൽ നിന്നും പിന്മാറിപ്പോവുകയാണ്, അത് ദുരാചാരമാണ്. ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കൽ ദുരാചാരമാണ്. ഒപ്പം തന്നെ ധർമാനുഷ്ഠാനം ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ദുരാചാരം തന്നെ. ആരെങ്കിലും ധാർമ്മികമായി ജീവിക്കാൻ പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അവരെ അതിൽ നിന്ന് പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വലിയൊരു ദുരാചാരമാണ്. അപ്പോൾ ധർമ്മം എവിടെ എവിടെ ക്ഷയിക്കുന്നുവോ അവിടെ തീർച്ചയായിട്ടും അവതാരം ഉണ്ടാവും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അധർമ്മം കൊടി കുത്തി വാഴുകയാണെങ്കിൽ അതിങ്ങനെ ധർമ്മത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ അവതാരം ഉണ്ടാകും എന്ന് പറയുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പിന്നെ ആരെല്ലാമാണോ തെറ്റ് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ നൽകും. ആരാണോ ധാർമ്മികമായി അനുഷ്ഠിക്കുന്നത് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഏതേത് രൂപങ്ങളോ ഏതേത് ഭാവങ്ങളോ അവതാരങ്ങൾ എടുക്കാൻ സന്നദ്ധയായിട്ട് നിൽക്കുകയാണ് ദേവി. അങ്ങനെ അവതാരങ്ങൾ അനവധി എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭക്തർ വഴിതെറ്റുന്നു എന്ന് കണ്ടാൽ അവർക്ക് ഉചിതമായ ആചാരങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുക, അതുവഴി ഭക്ത സംരക്ഷണം ചെയ്യുക. അതാണ് അമ്മ ചെയ്യുന്നത്. ശത്രുവിനെ ഹനിക്കുന്നു, ദുരാചാരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നു, ഒപ്പം തന്നെ സദാചാരൻ അനുഷ്ഠിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം ദുരാചാരശമന്യേ നമ. അടുത്ത നാമം ദോഷവർജിത. ദോഷങ്ങളെ വർജിച്ചവൾ, ദോഷവർജിത. ദോഷങ്ങൾ ഇല്ലാത്തവൾ ദേവി, ദോഷവർജിത. രാഗം, ദ്വേഷം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം,
എന്നീ ഷഡൂർമികൾ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം, ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന്, അവർ നമ്മുടെ ശത്രുക്കളാണ്, അതാണ് ഷഡൂർമികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ദോഷങ്ങളിൽ നിന്ന് ഭക്തരെ അമ്മ രക്ഷിക്കുകയാണ്. ഭക്തനിൽ ഇത്തരം ദോഷങ്ങൾ ഇല്ലാതാക്കുകയാണ് അമ്മ ചെയ്യുന്നത്. ആർക്കാണ് ദോഷം ഇല്ലാതാക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ, ദോഷമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കൂ. കണ്ണുള്ളവന് മാത്രമേ സ്വയമേവ നടക്കാനും മറ്റുള്ളവരെ നേർവഴിക്ക് നടത്തുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ദോഷമില്ലാത്തവനെ ദോഷം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശ്രീ മഹാദേവി ദോഷങ്ങൾ ഇല്ലാത്തവളാണ്, ദോഷങ്ങളെ വർജിച്ചവളാണ്. അങ്ങനെ ദോഷവർജിത. ഓം ദോഷവർജിതായേ നമ. അടുത്ത നാമം സർവജ്ഞ, എല്ലാം അറിയുന്നവൾ. സർവജ്ഞ, എല്ലാം അറിയുന്നവളാണ് ശ്രീ മഹാദേവി. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുന്നുവോ ആ അറിവ്, അതാണ് ദേവി. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുന്നു, ആ അറിവാണ് ശ്രീ മഹാദേവി. അങ്ങനെ സർവജ്ഞയാണ് ദേവി, എല്ലാം അമ്മ അറിയുന്നു. സർവചരാചരങ്ങളിലും ദേവി വസിക്കുന്നു. ലോകഗതി അമ്മയ്ക്കറിയാം. ഭൂതം ഭാവി വർത്തമാനം എല്ലാം നിശ്ചയമാണ്. അങ്ങനെ സർവജ്ഞയാണ്. ആ സർവജ്ഞാനിയായിട്ടുള്ള അമ്മയിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാനാവില്ല, ഒന്നും ഒളിക്കാനാവില്ല. എല്ലാം അമ്മ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമ്മ സർവജ്ഞയാണ്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം സർവജ്ഞായേ നമ. അടുത്ത നാമം സാന്ദ്ര കരുണ. സാന്ദ്രം, ഇടതടവില്ലാത്ത, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന, ഒരു തടസ്സവും കൂടാതെ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇടതടവില്ലാത്ത കരുണയോടുകൂടിയവൾ സാന്ദ്ര കരുണ. സദാ കാരുണ്യവർഷം ചൊരിയുന്നവൾ സാന്ദ്ര കരുണ. സാന്ദ്രം എന്ന വാക്കിന് ഇടതൂർന്ന അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ, അപ്പം അതിനിടയിലൊരു സ്പേസില്ല. സദാ, എല്ലായ്പ്പോഴും എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ്, ചൈതന്യമാണ് അമ്മ. ഇവിടെ അമ്മയുടെ കാരുണ്യമാണ് പറയണത്. സദാ കാരുണ്യവർഷം ചൊരിഞ്ഞ് അമ്മ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടതടവില്ലാതെ അമ്മ ഇങ്ങനെ കൃപാവർഷം നടത്തുകയാണ്. കാരുണ്യപൂർവം ഭക്തന് ദുഃഖനിവൃത്തി വരുത്തിക്കൊടുക്കുന്നു. സുഖപ്രാപ്തി, മോക്ഷപ്രാപ്തി നൽകുകയാണ് അമ്മ ചെയ്യുന്നത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം സാന്ദ്ര കരുണായേ നമ. അടുത്ത നാമം സമാനാധിക വർജിത. സമാനം അധികം, സമാനാധിക വർജിത. സമാനമായോ അധികമായോ എന്ന് പറഞ്ഞാൽ തുല്യമായോ കവിഞ്ഞതായോ ആരുമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. അമ്മയ്ക്ക് സമാനമായിട്ട് ആരുമില്ല, ഒന്നുമില്ല. അധികമായി അല്ലെങ്കിൽ അമ്മയേക്കാൾ ഉപരി, അമ്മയേക്കാൾ കവിഞ്ഞ് ആരുമില്ല, ഒന്നുമില്ല, ഒരു ശക്തിയുമില്ല. ഇനി രൂപത്തിലാവട്ടെ, സൗന്ദര്യത്തിലാവട്ടെ, ശക്തിയിലാവട്ടെ, മഹാത്മ്യത്തിലാവട്ടെ, അമ്മയ്ക്ക് തുല്യമായി, അമ്മയ്ക്ക് സമമായി ആരുമില്ല, ഒന്നുമില്ല. അതാണ് സമാന. ഇനി അമ്മയേക്കാൾ കയറി നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടോ? ഉപരിയായിട്ട്
കവിഞ്ഞതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ സമാന അധിക വർജിത, അങ്ങനെ ആരുമില്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. പരമാത്മസ്വരൂപിണിയായ ദേവി ഏകമാണ്, അദ്വിതീയമാണ്. ഓം സമാനാധിക വർജിതായേ നമ. ഇങ്ങനെ ഏവരിലും സദാ കാരുണ്യവർഷം ചൊരിഞ്ഞുകൊണ്ട് സാന്ദ്രകരുണയായിരിക്കുന്ന അമ്മ സമാനാധിക വർജിതയാണ്. അമ്മയ്ക്ക് ഉപരിയായോ അമ്മയ്ക്ക് തുല്യമായോ ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള മഹാശക്തി ചൈതന്യമൂർത്തിക്ക് നമസ്കാരം. ഓം സമാനാധിക വർജിതായേ നമ. ഓം ശ്രീ മഹാദേവ്യൈ